ജീവിതത്തിലുടനീളം അധാർമികതയുടെ പാതയിലൂടെ സഞ്ചരിച്ചു പോയൊരു മനുഷ്യൻ കൈബാലയത്തിന്റെ ചുറ്റത്ത് വെളിച്ചം പരന്നു എന്ന വാർത്ത കേട്ട് ആ നന്മയുടെ വെളിച്ചത്തെ പുൽകാനുള്ള ആഗ്രഹത്തോടെ മാനസാന്തരത്താൽ തപ്തമായ ഹൃദയവുമായി അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ വഴിയരികിൽ കണ്ട കൂട്ടുകാർ ചോദിച്ചു അത്രേ, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, മക്കയിൽ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകനെ സ്വീകരിക്കുവാനും അദ്ദേഹത്തിന്റെ ദീൻ പഠിക്കുവാനും ഞാൻ പോവുകയാണ്, ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾക്ക് പിന്നെ പലിശ വാങ്ങിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, അതെന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞ സഹോദരനെ സുഹൃത്തിനെ തട്ടിമാറ്റി അദ്ദേഹം മുമ്പോട്ട് നടന്നു. പോയ വഴിയിൽ അബൂജഹല് കണ്ടു, എവിടേക്കാണ്? ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തോട് അബൂജഹൽ പറഞ്ഞു, നീ ഇസ്ലാമിനെ സ്വീകരിച്ചാൽ ഇനി നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ വ്യഭിചാരം ഇതോടെ അവസാനിപ്പിക്കുകയാണ്, അത് അവസാനിപ്പിക്കാൻ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. വീണ്ടും മുമ്പോട്ട് പോയി. പോയ വഴിയിൽ അയാളോട് ചോദിച്ചു, എവിടേക്ക് പോകുന്നു? ഞാൻ മുസ്ലിം ആവാൻ പോകുന്നു. നീ മുസ്ലിമായാൽ ഇനി നിനക്കൊരിക്കലും കൊള്ളയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞു, അതെനിക്കൊരു തടസ്സമല്ല, ഞാൻ എല്ലാ ദുസ്വഭാവങ്ങളും ഒഴിവാക്കാൻ പോവുകയാണ്. ആ നന്മയുടെ വെളിച്ചത്തെ സ്വീകരിക്കാൻ പോകുന്ന വഴിയിൽ തനിക്ക് തടസ്സം പറഞ്ഞ മുഴുവൻ ആളുകളെയും തട്ടിമാറ്റി അയാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ മുമ്പിലുണ്ട് എന്നറിഞ്ഞ് കഅബാലയത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, നീ എവിടേക്ക് പോവുകയാണ്? ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്. അയാൾ പറഞ്ഞു, നീ മുസ്ലിം ആവുന്നത് കൊള്ളാം, പക്ഷേ നീ മുസ്ലിമായാൽ പിന്നീട് ഇനി നിനക്ക് മദ്യം ഉപയോഗിക്കാൻ കഴിയില്ല, ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് കേട്ട അയാൾ അവിടെ നിന്നു. കാലിൽ ചങ്ങലക്കെട്ടിട്ടതുപോലെ അയാൾ അവിടെ നിന്നു. അയാൾ പറഞ്ഞു, അത്രേ, എനിക്ക് വ്യഭിചരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, പരസ്ത്രീ ബന്ധം ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല, പലിശ ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല, കൊള്ളയും അക്രവും ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല, പക്ഷേ മദ്യം എന്ന ലഹരി ഉപേക്ഷിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു മടങ്ങിപ്പോകുന്ന ഒരു ചരിത്രം ആ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. എല്ലാ തിന്മകളോട് വിട പറഞ്ഞാലും, ഏതൊക്കെ ശീലങ്ങളെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞാലും, 6-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് ഉപേക്ഷിക്കാൻ കഴിയാതിരുന്ന അവരുടെ ജീവിതത്തേക്ക് അത്രമേൽ ഗാഢമായി പുണർന്നു കിടന്ന ഒന്നായിരുന്നു ലഹരി. ആ ലഹരി എന്നത് അതിനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. എത്രമേലെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ജനതയെ നാം അടയാളപ്പെടുത്തുമ്പോൾ ലഹരി നിരോധനത്തിന്റെ കാരണവും ചരിത്രവും നാം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ലഹരി അവരുടെ ജീവിതത്തിലേക്ക് എത്രമേൽ അവരെ ലഹരി ബാധിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണ്. ഇന്ന് കേരളത്തിലെ ആകമാനം ചരിത്ര പ്രസിദ്ധമായ ഓപ്പറേഷൻ തൂഫാനിലൂടെ നാടിന്റെ നാനാഭാഗത്തുള്ള ലഹരിയുടെ വിതരണക്കാരെ പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ 13 വയസ്സ് മുതൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിടികൂടുന്ന ലഹരിയുടെ മാരകമായ വേരുകൾ എവിടെ വരെ നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് ഓരോ വാർത്തകളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ആൺകുട്ടികളെക്കാളേറെ പെൺകുട്ടികൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്ന ഈ ലഹരി വേട്ട, ആ ലഹരി വേട്ടയിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ ചെന്ന് കയറുന്ന താവളങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകൾ ആ നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനലുകളല്ല, ആ നാട്ടിലെ ഏതെങ്കിലും വാണിഭ കച്ചവടക്കാരല്ല, ആ നാട്ടിലെ പഠനത്തിന് വേണ്ടി ഹോസ്റ്റലുകളിലും അന്യ നാടുകളിലേക്കും പോയ പെൺകുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ അടക്കം അതിന്റെ ഒരു വലിയ വാഹകരായി മാറുന്ന നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് ഞെട്ടിത്തെരിച്ചു നിന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ രക്ഷകർത്താവിന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ തീ കോരിയിടുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണ് നമ്മുടെ വീടിന്റെ മുറിയുടെ ഉള്ളിൽ ഈ വാർത്തകൾ കേൾക്കുന്നത് എന്ന് അശാന്തമാംവിധം നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ തലമുറയെ തിരിച്ചു വരിക? എങ്ങനെയാണ് ഈ തലമുറയെ തിരിച്ചു കൊണ്ടുവരിക? ഇവിടെയാണ് ലഹരിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. ഒരു ജനതയുണ്ട്, ദ ഡാർക്ക് ഏജ്.
ഇരുണ്ട യുഗം എന്നാണ് വിളിക്കുന്നത് ആ യുഗത്തിന്. അന്നങ്ങനെ വിളിക്കാൻ കാരണം അന്ന് സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, ചന്ദ്രന്റെ വെളിച്ചം വരാത്തത് കൊണ്ടല്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കയറാനുള്ള സർവ്വവാതിലുകളും അടഞ്ഞുപോയവർ, ഏതുപേക്ഷിച്ചാലും ലഹരി ഉപേക്ഷിക്കില്ല എന്ന് ശപഥം ചെയ്തവർ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായിരുന്നു എന്നറിയുമോ? മദ്യത്തിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന ഒരു ഈച്ചയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ ഈച്ചയോട്, ഈച്ച നീ എത്ര ഭാഗ്യവതിയാണ്, കള്ളു കുടിച്ചു 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 മതോന്മത്തനായി അവസാനം കള്ളു കുടിച്ചു മരിക്കണമെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. എനിക്കിതേവരെ അത് സാധ്യമായിട്ടില്ല. കള്ളു കുടിച്ചു കുടിച്ച് കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന ആ ഈച്ചയോട് നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് അതിനോട് സ്വപ്നം പറഞ്ഞ ഒരു ജനത. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ജനതയെ? ആ കൂട്ടത്തിലെ യുവാക്കൾ, ആ കൂട്ടത്തിലെ യുവാക്കൾ, ഏത് യുവാക്കൾ? ഉമറിന്റെ കഥയാണിത്, സഅദിന്റെ കഥയാണിത്, ഖാലിദ് ബിൻ വലീദിന്റെ കഥയാണിത്. അവരൊക്കെ പിന്നീട് ലോകത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിക്കുന്നവരായി മാറി. ആ നാട്ടിലെ യുവാക്കൾ ലഹരിയില്ല, നമ്മൾ പറയില്ലേ MDMA ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥയിലേക്ക് അവർ മാറി. കള്ളിന്റെ പാത്രത്തിൽ കിടന്ന് ചത്തുപോകുന്ന വണ്ടിനോട് കഥ പറയുന്നവരായി അവർ മാറി. ആ കാലഘട്ടത്തിലെ യുവാക്കൾ, അവരുടെ കഥ ഇങ്ങനെയാണെങ്കിൽ ആ നാട്ടിലെ വൃദ്ധന്മാരോ? ആ കാലഘട്ടത്തിൽ യുവാക്കൾ മാത്രമല്ല, വൃദ്ധന്മാരെയും ലഹരി പിടികൂടിയിരുന്നു. അവർ മരണാസന്നനായി കിടക്കുന്ന വൃദ്ധന്മാർ, അവരുടെ മക്കളെല്ലാവരും മരണവേദനയിൽ പുളയുന്ന നേരത്ത് ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ അവര് പറയുമായിരുന്നു, അത്ര മക്കളെ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി കബർ കുഴിക്കുന്നത് മുന്തിരി വള്ളിയുടെ ചുവട്ടിലായിരിക്കണം. നമ്മൾ സാധാരണ പറയും, എന്റെ ഉപ്പാന്റെ അടുത്ത് കബറടക്കണം, ഉമ്മയുടെ അടുത്ത് കബറടക്കണം, എന്റെ ഭാര്യയുടെ അടുത്ത് കബറടക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ആ നാട്ടിലെ യുവാക്കൾ ചത്ത കൊതുകിനോട് കഥ പറയുന്നവർ, ആ നാട്ടിലെ വൃദ്ധന്മാർ മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുന്നത്, മക്കളെ, നിങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ കബറടക്കണം. എന്തിനെന്നറിയുമോ? ഞാൻ കബറിൽ കിടക്കുമ്പോൾ പിന്നീട് എനിക്ക് ലഹരി കിട്ടില്ല. ആ മുന്തിരി വള്ളിയുടെ വേരിൽ നിന്നാണ് അന്ന് അക്കാലത്ത് അറബികൾ ഈ മദ്യമുണ്ടാക്കുന്നത്. ഞാൻ അതിന്റെ വേരുകൾ താഴേക്ക് ഇറന്നു വരുമ്പോ ആ വേരിൽ നിന്ന് മദ്യം നുണഞ്ഞ് ഞാൻ കബറിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ കാലഘട്ടത്തിലെ വൃദ്ധന്മാർ. ലോക ചരിത്രത്തിൽ അങ്ങനെയാണ് അവരെ രേഖപ്പെടുത്തുന്നത്. ആ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ആ തലമുറയെ മുഴുവനും ലഹരി പിടികൂടി. ആ ലഹരി പിടികൂടിയ ജനതയുടെ ഇടയിലേക്കാണ് വിശുദ്ധമായ ഖുർആൻ ലഹരിയുടെ നിരോധനവുമായി കടന്നു വരുന്നത്. എങ്ങനെയാണ് ലഹരിയുടെ നിരോധനം വിശുദ്ധമായ ഖുർആൻ നടപ്പാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത്ഭുതകരമാണ്. ഈ പറയുന്നത് പോലെ ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെടുമ്പോൾ അതിന്റെ മറുഭാഗം എന്താണ്? ലഹരി എന്ന് പറയുന്ന ഒന്നിനെ യഥാർത്ഥത്തിൽ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കാടളക്കിയുള്ള ഒരു അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സെൻസേഷണൽ വാർത്ത കൊണ്ട് മാത്രം അത് സാധ്യമാവില്ല. ലഹരിക്ക് അടിമപ്പെട്ടു പോയൊരു ജനതയെ എങ്ങനെയാണ് അവരിൽ നിന്ന് ലഹരി മുക്തരാക്കി മാറ്റേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. എങ്ങനെയാണ് അവരെ മാറ്റുക? അറസ്റ്റ് ചെയ്തത് കൊണ്ടാകുമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഈ ചുമ കഴിഞ്ഞു പോകുമ്പോൾ കാണുന്ന വാർത്ത, ഹെറോയിനുമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വലിയൊരു വാർത്ത കേരളത്തിൽ വന്നു. മൂന്നാമത്തെ ദിവസം നിങ്ങൾ ആ വാർത്ത ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾ സ്വാധീനമുണ്ടെങ്കിൽ, അധികാരത്തിന്റെ തണലുകൾ ഉണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, ശുപാർശക്കാരുണ്ടെങ്കിൽ, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതി അറസ്റ്റ് ചെയ്താൽ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്, കഞ്ചാവ് പിടികൂടി 1 കിലോയിൽ താഴെയാണെങ്കിൽ ജാമ്യം ഉറപ്പാണ്. 800 ഗ്രാം പിടികൂടിയാൽ, 700 ഗ്രാം പിടികൂടിയാൽ 1 കിലോയിൽ MDMA തന്നെ അതിനൊരു അളവുണ്ട്. ആ അളവിൽ കുറവാണ് പിടികൂടിയതെങ്കിൽ പിടികൂടിയ വാർത്തയുണ്ടാകുള്ളൂ, സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടും. പോലീസ് ഉദ്യോഗസ്ഥർ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, ശുപാർശകളുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു കാലത്ത് വിശുദ്ധമായ ഖുർആൻ ലഹരിയുടെ നിരോധനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മദ്യത്തിന് ഉപയോഗിച്ച വാക്ക് തന്നെ ഖംർ എന്നാണ്. ഖംർ എന്ന് പറഞ്ഞാൽ മദ്യം. ഇത്ര മനോഹരമായി ആ വാക്കിനെ ഉപയോഗിച്ചത് ഖുർആൻ മാത്രമാണ്. ഖമറ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറബി ഭാഷയിൽ മറയ്ക്കുക എന്നാണ്. ഖംർ എന്ന് പറഞ്ഞാൽ മനുഷ്യ
മനുഷ്യന്റെ ബുദ്ധിയെ മറയ്ക്കുന്ന സാധനം ഖംർ. അവന്റെ ബുദ്ധിയെ മറച്ചു കളയും. മനുഷ്യന്റെ ബുദ്ധി മറഞ്ഞു പോകാൻ പാടില്ല. അവൻ പ്രപഞ്ചത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലാണ്. അവൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ്. അവന്റെ ബുദ്ധിയെ മറച്ചിക്കുന്ന കാരണത്താലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ ഖംർ എന്ന് പേരിടാൻ കാരണം. അതോടെ അവന്റെ ബുദ്ധി മറയും. ലഹരി അവനെ ബാധിച്ചാൽ ബുദ്ധി ഇല്ലാതാകും. അമ്മയെ തിരിച്ചറിയില്ല, പെങ്ങളെ തിരിച്ചറിയില്ല, മകളെ തിരിച്ചറിയില്ല, മനുഷ്യനെ തിരിച്ചറിയില്ല. രാക്ഷസീയ ഭാവത്തിലേക്ക് അവൻ മാറിപ്പോകുന്ന മാരകമാണ് ലഹരി. എന്നതുകൊണ്ടാണ് അള്ളാഹു അതിനെ ഖംർ എന്ന് പേരിടാൻ കാരണം. 6-ാം നൂറ്റാണ്ടിലെ അറബികൾ കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്തിട്ട് വണ്ടേ നീ എത്ര ഭാഗ്യവതിയാണെന്ന് ആത്മകഥം ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ യുവാക്കൾ മരിക്കുന്ന നേരത്ത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കെ കബറിൽ കിടക്കണമെന്ന് വസിയത്ത് ചെയ്യുന്ന വൃദ്ധന്മാർ, സ്ത്രീകൾ മുഴുവനും മദ്യത്തിന്റെ അടിമകളായി മാറിയ കാലം. ഖത്താബിന്റെ മകൻ ഉമറിനെ കുറിച്ച് പറയുന്നത്, സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാള ചന്തയിൽ പാതിരാ സമയത്ത് പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് താണ്ഡവം നടത്തിയ ആളായിരുന്നു മുസ്ലിമാകുന്നതിന് മുമ്പ് ഖത്താബിന്റെ മകൻ ഉമർ. അവരുടെ ഇടയിലേക്ക് വിശുദ്ധമായ ഖുർആൻ ലഹരിയെ നിരോധിക്കുന്നത് ഒരറസ്റ്റ് കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് സാധ്യമാവില്ല സഹോദരങ്ങളെ, സാധ്യമാവില്ല. ആദ്യം വിശുദ്ധമായ ഖുർആൻ 4 പടിയായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ ലഹരിയെ നിരോധിക്കുന്നത്. ആദ്യം അവരോട് വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങി, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഓ നബിയേ, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, അവർ വന്ന് അങ്ങയോട് മദ്യത്തെക്കുറിച്ചും പലിശയെക്കുറിച്ചും ചോദിക്കും. നബിയേ, ആളുകൾ വന്ന് അങ്ങയോട് ചോദിക്കും, അങ്ങയൊക്കെയോട് മദ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോഴാണ് ഹബീബായ നബിയോട് പറഞ്ഞ, നബിയെ കുൽ പറഞ്ഞു കൊടുക്കണം, ഫീഹിമാ ഇസ്മുൻ കബീർ, ആ മദ്യത്തിൽ ധാരാളം ഉപദ്രവമുണ്ട്, വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതുകൊണ്ട് ചില ഉപയോഗങ്ങളുമുണ്ട്. ഉപദ്രവമുണ്ട്, ഉപയോഗവും. ടൂറിസം വളരണമെങ്കിൽ മദ്യം വേണം. വീര്യം കുറഞ്ഞതാണെങ്കിലും വീര്യം കൂടിയതാണെങ്കിലും. ഇസ്ലാമിനെ സംബന്ധിച്ചോളം 2 ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. അത് വീര്യം കുറഞ്ഞതാകട്ടെ വീര്യം കൂടിയതാകട്ടെ, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. ടൂറിസം വളരണമെങ്കിൽ നിങ്ങൾക്ക് ലഹരി വേണം. ഒരു ഭാഗത്ത് ലഹരിയുടെ കേന്ദ്രങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ബാറുകൾ കണക്കില്ലാതെ തുറക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ലഹരി നിരോധനം സാധ്യമാവുക? അള്ളാഹു എന്നിട്ട് പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്കണം, എത്ര മനോഹരമായി, എത്ര സൈക്കോളജിക്കലായിട്ടാണ് പറയുന്നത്. ലഹരി നിരോധനത്തിന് അതേ സാധ്യമാവും. ഓടിച്ചിട്ട് പിടിച്ചത് കൊണ്ടോ കൈവലം അണിഞ്ഞത് കൊണ്ടോ കാരിരുമ്പിനേക്കാൾ കരുത്തുള്ള കന്മതിലുകൾ തീർത്ത ജയിലുകളിൽ അടയ്ക്കുന്നത് കൊണ്ടോ ഒരാളുടെ ലഹരി ജീവിതത്തിൽ നിന്നുണ്ടാവില്ല. ഈ പിടിക്കപ്പെട്ട മിക്ക ആളുകളും ഇതിനു മുമ്പ് 3-4 പ്രാവശ്യം ലഹരി കേസുകൾ പിടിക്കപ്പെട്ടവരാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ തുടങ്ങും. ഇതിനെ വേരോടെ അറക്കണമെങ്കിൽ ഖുർആന്റെ സമീപനം നബിയെ പറഞ്ഞു കൊടുക്ക്, പ്രയോജനത്തെക്കാളേറെ നിങ്ങൾക്ക് ഉപദ്രവമാണ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. ആദ്യം ഒരു ബോധവൽക്കരണം നടത്തിയത് അപകടമാണ് കൂടുതൽ, അതുകൊണ്ട് മാറി നിൽക്കണം. രണ്ടാമത് ഈ ഉപയോഗത്തെ മെല്ലെ കുറച്ചു, പൂർണ്ണമായിട്ടല്ല. രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആന്റെ മാനുഷികമായൊരു സമീപനം. ഈ ഉപയോഗത്തെ സമയബന്ധിതമായി കുറച്ചു. നമ്മൾ സാധാരണ മൊബൈൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും, ഉപയോഗം കൂടുതലാണ്, ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ നീ രാത്രി 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി. പൂർണ്ണമായിട്ട് പിടിച്ചു വാങ്ങിച്ചാൽ കുട്ടി പ്രകോപിതനാവും, വീട് വിട്ടിറങ്ങി പോകും. റെയിൽവേ ട്രാക്കിൽ കാണും പുതിയ ഹീറോയിസം. അങ്ങനെയാണ് ഖുർആൻ അവിടെ പറഞ്ഞത്, ഇവരുടെ വേരിലേക്ക് പിടികൂടിയതാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നബിയേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. യാ അയ്യുഹല്ലദീന ആമനൂ,
മദ്യപാനത്തിന് ലഹരിക്കടിമപ്പെട്ടു പോയ ജനതയോട് വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുക്കാറാ, ലഹരിയുള്ളവരായ രീതിയിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് കടന്നു പോകരുതേ. അതിന്റെ പുറകിൽ ഒത്തിരി ചരിത്രമുണ്ട്. അലി റളിയല്ലാഹു തആല നിസ്കരിക്കുന്ന നേരത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതി, യാ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ മാറ്റിയിട്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നു എന്ന് ഓതുകയും ഖുർആന്റെ അർത്ഥം തന്നെ മാറുകയും ചെയ്തപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. നബിയെ, അവരോട് പറയേ, ലഹരി ഉപയോഗിച്ചോളൂ, പക്ഷെ നമസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് ലഹരി പാടില്ല. എത്ര മനോഹരമാണ് ആ ലഹരി നിരോധനം. അപ്പോൾ നോക്കുമ്പോൾ ലോഹറിന് കുടിക്കാൻ പറ്റില്ല, അസറാകുമ്പോൾ മാറില്ല. അസറുള്ളത് കൊണ്ട് മഗ്‌രിബിന് കുടിക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ലഹരി വിടില്ല. സുബഹിക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം ലോഹറാകുമ്പോൾ മാറില്ല. അവസാനം അവരുടെ ഉപയോഗം ഇശാ കഴിഞ്ഞൊരൽപ്പം നുണയും, അത് സുബഹിക്ക് മുമ്പ് അതിന്റെ അഡിക്ഷനിൽ നിന്ന് മാറും, സുബഹി നിസ്കരിക്കാൻ പോകും. രണ്ടാമത്തെ പടിയായി ലഹരി നിരോധനം ഖുർആൻ നടപ്പാക്കിയത് അതിനൊരു കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ടാണ്. അങ്ങനെ അവർ മദ്യപാനം രാത്രിയിൽ മാത്രമായി ആ ജനത രാത്രിയിലായി കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഈ പകല് കുടിക്കാത്തത് കൊണ്ട് അതിന്റെ മുഴുവനും വാശി കാണിച്ച് രാത്രിയിൽ കുടിക്കാൻ തുടങ്ങി. സഹാബാക്കളുടെ മദ്യപാനത്തിന്റെ ഇടയിൽ അന്ന് പൂർണ്ണമായി നിരോധനം വന്നിട്ടില്ല. അതിന്റെ ഇടയിൽ ഒരു പാർട്ടി നടക്കുകയും അവിടെ വെച്ച് വഴക്കുണ്ടാക്കുകയും സമയം കുറവായതുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. സഹാബാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലഹരിയുടെ ഉള്ളിൽ അവര് തമ്മിൽ വഴക്കുണ്ടാവുകയും ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ തലയടിച്ച് തല പൊട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പരാതി എത്തി. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ രാത്രിയിൽ ലഹരി ഉപയോഗിച്ചിട്ട് പരസ്പരം വഴക്കുണ്ടാക്കി തല പൊട്ടി ഒലിച്ചൊരു സഹാബി വന്ന് നിൽക്കുമ്പോ ആ സമയത്താണ് ഒരു മനുഷ്യൻ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ, എന്താണ് ചെയ്യുന്നത്? ലഹരിയുടെ ഉള്ളിൽ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത്, അല്ലാഹുവേ, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ, പടച്ചവനെ, നിസ്കരിക്കാൻ നേരത്ത് പറ്റൂല, ഉപദ്രവമാണ് കൂടുതൽ, ഇങ്ങനെ ഒന്നും വേണ്ട റബ്ബേ, ഈ ലഹരിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനം തരണേ റബ്ബേ എന്ന് ആകാശത്തേക്ക് കൈകൾ എത്തിയ ഒരു മനുഷ്യന്റെ ദുആയുണ്ട്. ആരാണ് ആ മനുഷ്യൻ എന്നറിയോ? ആ മനുഷ്യനാണ് ഒരു കാലത്ത് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാള ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ആവാസനൃത്തം ചവിട്ടിയിട്ട് ആരുണ്ടടാ എന്നെ എതിരിടാനെന്ന് ചോദിച്ച് മക്കക്കാരെ വെല്ലുവിളിച്ച ഖത്താബിന്റെ മകൻ ഉമർ. മക്കയിലെ ഏറ്റവും വലിയ മദ്യപാനിയുടെ ദുആയാണ് മദ്യപാനം നിർത്തിക്കളഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ മദ്യപാനി, മദ്യപാനത്തിൽ റെക്കോർഡിട്ട ആളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ, ഈ ലഹരിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം തരണേ റബ്ബേ. ആ ദുആ പടച്ചവൻ കേട്ടു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. ആകാശത്ത് നിന്ന് ലഹരി നിരോധനത്തിന്, മദ്യ നിരോധനത്തിന് ആയത്തിറങ്ങി. നബിയെ, പറഞ്ഞു കൊടുത്തോളൂ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ നബിയെ, ലോകാവസാനം വരെ ലഹരിയുടെ നിരോധനം വരികയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യപാനവും ലഹരിയും പ്രശ്നം നോക്കലും പലിശയും അത് പൈശാചികമായ വഴികളാണ്. ഫഹല്ലന്തും മുന്തഹൂൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേർപെട്ടു വരാറായില്ലയോ? ആ ലഹരിയോട് വിട പറയാറായില്ലയോ? ഈ ആയത്തും മദീനത്തുൻ നബവിയിൽ ഇറങ്ങുമ്പോ അന്ന് മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ബാരൽ കണക്കിന് മദ്യം മറിച്ചു കളഞ്ഞ് ആ മദ്യം മുഴുവനും മദീനയുടെ തെരുവോരത്തിലൂടെ ഒഴുകി നടന്നു. ഹബീബിന്റെ മദീനയിലേക്ക് സഹാബാക്കൾ ഓടി വന്ന് പറഞ്ഞു, ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾ നിർത്തി. അല്ലാഹു നിർത്താൻ പറഞ്ഞാൽ ഇൻതഹൈനാ, ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി. ഇനി ലഹരിയില്ല, ഇനി മദ്യമില്ല, അതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധം
ബന്ധവും ഞങ്ങൾക്കില്ല നബിയെ. ബ്രിട്ടീഷ് പാർലമെന്റ് 900 കോടി ഡോളർ മുടക്കിയിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു സമയത്ത് മദ്യനിരോധനം നടത്തിയത്. 6 മാസം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തിന്റെ സാമ്പത്തികമായ എക്കോണമിക്കൽ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ മദ്യനിരോധനം എടുത്തുമാറ്റി. 994 കേരള സർക്കാർ ചാരായ നിരോധനം നടത്തിയിട്ട് അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പൊഴികളിലും തീരങ്ങളിലും കുടിലുകളും വ്യാജമദ്യത്തിന്റെ ദുരന്തങ്ങൾ ഉണ്ടായി. കൊല്ലം ജില്ലയിൽ കണ്ണുപോയ ദുരന്തങ്ങൾ ഉണ്ടായി. ചാരായ നിരോധനം നടത്തിയപ്പോ ബ്രിട്ടീഷ് സർക്കാരിന് നടക്കാത്തത്, ലോകത്തിന്റെ ഉരുക്ക് രാഷ്ട്രത്തിന് പറ്റാത്തത്, നമ്മുടെ സർക്കാരിന് പറ്റാത്തത് 12 അക്ഷരങ്ങൾ കൊണ്ട് നടപ്പാക്കിയ ഒരു ലഹരി നിരോധനത്തിന്റെ കഥയാണ്. നബിയെ ഞങ്ങൾ നിർത്തി. 12 അക്ഷരങ്ങൾ നിങ്ങൾക്ക് നിർത്താറായില്ലേ? ആ സമയത്താണ് മറുഭാഗത്തൊരു പ്രഖ്യാപനം കണ്ടത്. മൻ ശരിബ ഖംറൻ മുസ്കിറൻ മുസ്തഖില്ലൻ ലഹു ബഅദ തഗ്രീമിഹി വലം യതുബ വലം യൻസഅ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ. മൻ ശരിബ ഖംറൻ മുസ്കിറ, ലഹരി ബാധിക്കുന്ന മദ്യം ആരെങ്കിലും കുടിച്ചാൽ, വലം യതുബ, അവൻ പശ്ചാത്തപിച്ചില്ല, വലം യൻസഅ, അതിൽ നിന്ന് അവൻ മാറിയില്ല, എന്നാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, വലാ അന മിൻഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനെ കണ്ടാൽ ഞാൻ മുഖം തിരിച്ചു കളയുമെന്ന് ഹബീബായ നബി തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോ കള്ളു കുടിച്ചുകൊണ്ട് മദീനയുടെ മരുഭൂമിയിൽ ഒരു ചെറുപ്പക്കാരൻ വായിലേക്ക് വിരലിട്ടിട്ട് ഛർദ്ദിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, മദ്യപിച്ച ഒരുത്തനുമായി ഹബീബിന് ബന്ധമില്ലെന്ന്. എന്റെ ഹബീബുമായിട്ടുള്ള എന്റെ ബന്ധത്തെ വിച്ഛേദിച്ചു കളയുന്ന മദ്യം എന്റെ വയറ്റിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ് വായിൽ വിരലിട്ട് ഛർദ്ദിച്ചു കളഞ്ഞ ഒരു ലഹരി നിരോധനത്തിന്റെ കഥ പറയുന്നുണ്ട് മദീന. ആഖിറവും അങ്ങയുടെ പട്ടണത്തിലാണ് നബിയെ, ദുനിയാവും അങ്ങയുടെ പട്ടണത്തിലാണ്. ലഹരി നിരോധനം എന്ന് പറയുന്നത് അങ്ങാടിയിൽ കാണുന്നവനെ കൈ പുറകോട്ട് പിടിച്ച് ചങ്ങലക്കിട്ടാൽ മാത്രം തീരുന്നതല്ല, ഒരു ജനത ഹൃദയം കൊണ്ടെടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ അവിടെ ഇല്ല ഇന്തഹൈന എന്ന ഒരൊറ്റ വാക്കിൽ ആ വിശുദ്ധമായ ഖുർആൻ ലഹരി നിരോധിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ സമീപനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? ലഹരി എന്നത് അത്ര പെട്ടെന്ന് മാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൃദ്ധൻ മരിക്കുന്ന നേരത്ത് മക്കളോട് പറയാണ്, മക്കളെ, എന്നെ കബറടക്കുമ്പോൾ നിങ്ങൾ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കബറടക്കണം. അവിടെ കിടന്ന് മുന്തിരിവള്ളിയിൽ നിന്ന് മദ്യം കുടിച്ചെനിക്ക് കബറിൽ കിടക്കണം. ആ പാടി ആളുടെ പേരാണ് അബൂ മിഹിജൻ അൽ-സഖഫി. നമ്മളെല്ലാ പ്രസംഗത്തിലും അക്കാലത്തെ കുറിച്ച് പറയുന്ന മക്കളോട് പറയാണ്, മക്കളെ, ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർബതി തുറഹി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. മക്കളെ, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കിടത്തണം കേട്ടോ, എനിക്ക് അവിടെ നിന്ന് മദ്യം കുടിക്കണം. വലാ തദ്ഫനനി ഫിൽ ഫലാതി വഇന്നനി അഖാഫു അലാ അല്ലാ മൗതി ഉറൂഖുഹാ. നിങ്ങൾ എന്നെ കൊണ്ടുപോയി മരുഭൂമിയിലൊന്നും കബറടക്കരുത്, കാരണം അവിടെ കിടന്ന് ഞാൻ തൊണ്ട വരണ്ട് ചത്തുപോകും. ഈ പാട്ട് പാടിയ ആളുടെ പേരാണ് അബൂ മിഹിജൻ അൽ-സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിലെ ഏറ്റവും വലിയ മദ്യപാനിയാണ്. അയാൾ എത്ര വലിയ മദ്യാസക്തിയുള്ള ആളായിരിക്കും. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഇദ്ദേഹം മുസ്ലിമായി, ഇസ്ലാമിലേക്ക് വന്നു. മദ്യം നിരോധിക്കുന്ന ആയത്തിറങ്ങി, മദ്യ നിരോധനം നടന്നു. പക്ഷേ അബൂ മിഹിജൻ അൽ-സഖഫി റളിയല്ലാഹു തആല അൻഹുവിന് മദ്യത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഒരു ചെറിയ കുപ്പിയിൽ ഒരല്പം മദ്യമെടുത്ത് തന്റെ അരക്കട്ടിൽ ഒളിപ്പിച്ചു വെക്കും. വല്ലാതെ കയ്യും കാലും വിറയ്ക്കുന്ന നേരത്ത് ആരും അറിയാതെ ഒരു ഇത്തിരി കുടിക്കും. അബൂ മിഹിജൻ അൽ-സഖഫി റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയുടെ കഥയാണ് ചെറുപ്പക്കാരെ ഞാൻ പറയുന്നത്. അദ്ദേഹം സഹാബിയാണ്. പൂർണ്ണമായിട്ട് അങ്ങനെ വിടാൻ പറ്റിയില്ല. MDMA സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾ കിട്ടാതെ വരുമ്പോൾ ബഹളമുണ്ടാവും, കൈകാലുകൾ വിറക്കും. മദ്യപിക്കുന്ന ഒരാൾക്ക് സമയമാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമ്പോൾ അവയവങ്ങളെ ബാധിക്കും. അബൂ മിഹിജൻ അൽ-സഖഫി റളിയല്ലാഹു തആല പൂർണ്ണമായി മാറാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ ഒരു കുപ്പിയിലെടുത്ത് വെച്ച് ആരും കാണാതെ നിലവിട്ട് പോകുമ്പോൾ ബാലൻസ് വിടുമ്പോൾ കുടിക്കും. പലപ്പോഴും പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിക്കും, പറഞ്ഞു വിടും. അവസാനം മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരല്പം ഒരാൾക്കൊരു സ്വഭാവമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറൂല. ഈ സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തന്നെ ഹാബിറ്റ് എന്ന്. സ്വഭാവം, പ്രകൃതം. അതിന് എച്ചും എയും പോയാലും പിന്നെ ഒരു ബിറ്റ് കാണും, ഒരു കഷ്ണം.
ഹാബിറ്റ് എന്ന് പറയാൻ തന്നെ കാരണം ഇതാണ്. ഒരു സ്വഭാവം പെട്ടെന്നങ്ങ് മാറിയാൽ എച്ചും മെയ്യും കളഞ്ഞാലും പിന്നെ ഒരു ബിറ്റ് മാത്രമേ ഉണ്ടാവും, ഒരു കഷ്ണം അതിന്റെ ബാക്കി ഉണ്ടാവും. ഒരു 50 മില്ലി എപ്പോഴും അദ്ദേഹം വെച്ചിരിക്കും. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വലിയൊരു യുദ്ധം നടന്നു ഖാദിസിയയിൽ. മഹാനായ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു തആല അൻഹു നന്നായി അമ്പെയ്യുന്ന ആളാണ്. ഒരു പുതിയ കാലത്ത് ഒരു അബൂ മുഹ്ദിൻ ഉണ്ടാവണം. ഓപ്പറേഷൻ തൂഫാൻ നടന്നാലും ഓപ്പറേഷൻ ഏത് നടന്നാലും ഈ കാര്യതകളെയും കൊച്ചു കൊച്ചു സെയിൽസ്മാരെയും പിടിക്കുന്നതിനപ്പുറം ഇതിനൊരു പ്രഭവ കേന്ദ്രമുണ്ട്, ഇതിന്റെ മേലാളന്മാരുണ്ട്, ഇതിന്റെ ഹോൾസെയിൽ ആളുകളുണ്ട്. തൊടാൻ കഴിയണം, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പെരുമ്പാവൂരിലെ അങ്ങാടിയിലോ തമ്പാനൂരിലെ ബസ് സ്റ്റാൻഡിലോ നിൽക്കുന്ന അതിഥി തൊഴിലാളിയുടെ ഇടുപ്പിൽ മാത്രമല്ല MDMA ഉള്ളത്. അവർക്ക് ഇത് കൊണ്ടുവരുന്ന, വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന, എവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഓപ്പറേഷൻ ചെയ്യാൻ പോയി കിടക്കുന്ന അനസ്തേഷ്യയുടെ ഡോക്ടറുടെ സ്റ്റാഫിന്റെ കയ്യിൽ പോലും MDMA, ഉറക്കം വരാതിരിക്കാൻ MDMA ഉപയോഗിച്ചിട്ടാണ് അനസ്തേഷ്യയുടെ സ്റ്റാഫ് ഇരിക്കുന്നതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വർത്തമാനത്തിലാണ് നാം നിൽക്കുന്നത്. വെറുതെയല്ല കത്രിക വയറ്റിൽ കുടുങ്ങുന്നത്, വെറുതെയല്ല പലതും വെളിയിലോട്ട് വരാൻ പോകുന്നത്. എല്ലാ രംഗത്തെയും ലഹരി ബാധിക്കുന്ന നേരത്ത് ലഹരിയിൽ ജീവിച്ച ഒരു ജനത. ഖാദിസിയ യുദ്ധം നടന്നു. 30,000-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ നേൽ 3 ലക്ഷത്തിന്റെ യുദ്ധം നടന്നു. ആ യുദ്ധത്തിലാണ് ആദ്യമായിട്ട് ആനയെ ഉപയോഗിക്കുന്നത്. മഹാനായ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു തആല നന്നായിട്ട് വില്ല് അമ്പ് കുലയ്ക്കുന്ന ആളാണ്. മഹാനായ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു തആല വാൾ നന്നായിട്ട് പയറ്റും, വാൾപ്പയറ്റ് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ വാൾപ്പയറ്റ് പ്രസിദ്ധമാണ്, അത് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ ആരും അറിയാതെ പോയി തന്റെ ഭാഗത്ത് വെച്ചൊരൽപ്പം മദ്യം എടുത്ത് കുടിച്ചു. സഹാബാക്കൾ ആരോ കണ്ടു, പിടിക്കപ്പെട്ടു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം നടക്കുന്നത് കൊണ്ട് നേരെ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു തആല അൻഹുവിനെ പട്ടാള ചെട്ടിൽ കൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധിച്ചു, ചങ്ങലയിൽ കെട്ടിയിട്ടു. അല്പം മദ്യം നുകർന്നതിന്റെ പേരിൽ അവസാന യുദ്ധം നടന്നു. സഹോദരങ്ങളെ, ആ യുദ്ധത്തിന്റെ ഇടയിൽ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വെട്ടേറ്റു, കയ്യിലും വെട്ടേറ്റു, കാലിലും വെട്ടേറ്റു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബാക്കൾ ഒരു ചെറിയ ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കമ്പ് കഞ്ച് വെച്ച് കെട്ടി സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കമാൻഡറിനെ കൊണ്ടുവന്ന് ടെന്റിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല മുറിവേറ്റു. മുസ്ലിമീങ്ങൾ പരാജയത്തിലേക്ക് പോകുന്ന സമയം അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു തആല കയ്യും കാലും ചങ്ങലയിൽ ബന്ധനസ്ഥനായി കെട്ടിയിട്ടിരിക്കുകയാണ്. സഹാബാക്കളുടെ നിലവിളി കേൾക്കുന്നു, സഹാബത്തിന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുന്നു. മഹാനായ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അല്ലാഹുവേ, ഈ സമയത്താണ് എന്റെ വാൾപ്പയറ്റ് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്റെ കൂട്ടുകാർ കൊന്നൊടുക്കപ്പെടുന്നു, അവരുടെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുന്നു. അവിടെ നിന്ന് വാൾത്തലപ്പുകളുടെ ശബ്ദം കേൾക്കുന്നു. ഞാനാണെങ്കിലോ ബന്ധനസ്ഥനായി ഇവിടെ കിടക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എന്റെ ഇസ്ലാം തകർക്കപ്പെടുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞു അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു അൻഹു ചങ്ങലയിൽ ബന്ധനസ്ഥനായിട്ടൊരു കവിത പാടി. വലൗ കുന്തു അന്നാനൽ ഹദീഖി ബലഖത് വലാ സാമിഅ സൗതി വലാ മൻ യറാനിയ. അവരെപ്പോഴും കവിത പാടുന്നവരാണ്. പടച്ചവൻ എന്റെ വെട്ടെന്ന് അരിച്ചു വിട്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്വതന്ത്രനാക്കിയെങ്കിൽ എന്റെ ഹബീബിന്റെ ഇസ്ലാമിനെ എനിക്ക് രക്ഷിക്കാമായിരുന്നല്ലോ. സദറുദാന്റെ ഭാര്യ ഇത് കേട്ടു. അവർ നോക്കുമ്പോൾ ഇസ്ലാം പരാജയത്തിലേക്ക് പോകുന്നു, ഭർത്താവിന് വെട്ടേറ്റ് കിടക്കുന്നു. ആരും അറിയാതെ ചെന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ എന്റെ കൈ ചങ്ങലക്കെട്ടൊന്ന് അഴിച്ചുവിട്, ഞാൻ അവിടെ പോയി ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ട് തിരിച്ച് നേരെ ഇവിടെ തിരിച്ചു വന്നുകൊള്ളാം. അവർ ചങ്ങലക്കെട്ട് അഴിച്ചുവിട്ടു. അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര മുമ്പിലുണ്ട്. ആ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി നേരെ യുദ്ധമുഖത്ത് പോയി യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്ത് വാൾ തലപ്പുകൾ ഇങ്ങനെ ചുഴറ്റുമ്പോൾ മറുഭാഗത്തിരുന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വാള് ചുഴറ്റുന്നത് കണ്ടിട്ടത് അബൂ മുഹ്ദിനെ പോലെ ഇരിക്കുന്നുവല്ലോ എന്ന് മഹാനവറുകൾ പറയുന്നുമുണ്ട്. സഹോദരങ്ങളെ, അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു അൻഹു വാള് ചുഴറ്റി. ഇസ്ലാം വിജയിച്ചു, യുദ്ധത്തിന് ജയമുണ്ടായി. മഹാനവറുകൾ നേരെ തിരിച്ചു വന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവരെ ചങ്ങലക്കെട്ടിൽ വീണ്ടും ബന്ധനസ്ഥനാക്കി. യുദ്ധമെല്ലാം അവസാനിച്ചു. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്ന് സഹാബത്ത് പറഞ്ഞു, പരാജയത്തിലേക്ക് പോകുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു മനുഷ്യൻ കുതിരപ്പുറത്തു വന്നു, അദ്ദേഹമാണ് ഈ വിജയം സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് അയാൾ? നോക്കുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര മെല്ലെ ഇങ്ങനെ അണയ്ക്കുന്നുണ്ട്. ഒരു വലിയ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് എന്റെ കുതിരപ്പുറത്ത് പോയത്? എന്റെ കുതിരയുടെ പുറത്താരാണ് യാത്ര ചെയ്തത്? മഹാനായ അബൂ മുഹ്ദിൻ സഖഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
സഅദേ ഞാനാണ് നിങ്ങളുടെ ഭാര്യയാണ് എന്നെ കെട്ടഴിച്ചു വിട്ടത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അബൂ മിഹ്ജൻ സഖഫിയെ തന്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ സയ്യിദ് റളിയല്ലാഹു തആല കയ്യിൽ മുത്തം കൊടുത്തിട്ട് അബൂ മിഹ്ജൻ സഖഫി പറഞ്ഞു, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരി തൊടുകയില്ല. ഇനി ഞാൻ തൊടുന്നെങ്കിൽ അതെന്റെ റബ്ബ് എനിക്ക് തന്നാൽ മാത്രമേ ഉള്ളൂ. നാളെ പരലോകത്തിൽ ലഹരിയുണ്ട് സഹോദരങ്ങളെ. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലയതനാഫസുൽ മുതനാഫിസൂൻ. സൂറത്തുൽ തത്ഫീഫ് അല്ലാഹു പറയുകയാണ്, യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. ലഹരി ഉപയോഗിക്കാത്തവർ, ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ജീവിതത്തിൽ മദ്യം കൈകൊണ്ട് തൊടാത്തവർ, കൂട്ടുകാർ ആഘോഷിക്കുമ്പോൾ, കൂട്ടുകാർ കഴിക്കുമ്പോൾ, കൂട്ടുകാർ വിളിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ്, എനിക്ക് നരകത്തെ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ നാളെ സ്വർഗത്തിൽ അല്ലാഹു അവന് മദ്യം കൊടുക്കും. അതിന്റെ പേര് അർ-റഹീഖ് എന്നാണ്. സ്വർഗത്തിലെ മദ്യത്തിന്റെ പേര് അർ-റഹീഖ് എന്നാണ്. ഖിതാമുഹു മിസ്ക്, അത് അടച്ചിരിക്കുന്നത് മിസ്ക് കൊണ്ടാണ്. വഫീ ദാലിക ഫലയതനാഫസുൽ മുതനാഫിസൂൻ, അത് കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ യുവാക്കളോട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതൊരു ആത്മീയമായ ചോദനയാണ്. അവരെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ ഖുർആൻ ചെയ്തതുപോലെ പടിപടിയായിട്ട് അതിൽ നിന്ന് മാറി ഇതിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ഇനി അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ഒരു വഴി ഉണ്ടാകണമല്ലോ. ആ വഴിയാണ് പടച്ചവന്റെ മുമ്പിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. ഹബീബിന്റെ മുമ്പിൽ രസം കണ്ടെടുത്തതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹു ആദ്യം ഇറക്കിയ സൂറത്തുകൾ മുഴുവനും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച്. ആ സ്വർഗത്തെയും നരകത്തെയും കേട്ടപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ തൗബ ചെയ്ത് മുസ്ലിമായി. അതിനുശേഷമാണ് മദ്യത്തെ അള്ളാഹു നിരോധിച്ചത്. ആദ്യം മദ്യത്തെ നിരോധിച്ചിരുന്നെങ്കിൽ ഓരോരോ മനുഷ്യൻ പോലും ഇസ്ലാമിലേക്ക് വരുമായിരുന്നില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു. ഖുർആൻ ഇറങ്ങിയ ഉടനെ മദ്യം നിരോധിച്ചിരുന്നെങ്കിൽ ഒരു ഉമറും ഉണ്ടാവില്ല, ഒരു ഖാലിദും ഉണ്ടാവില്ല. ആദ്യം സ്വർഗത്തെ പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ വേദന പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് മദ്യത്തെ നിരോധിച്ചത് കൊണ്ടാണ് ഇത്രയും പേർ ഇസ്ലാമിലേക്ക് വന്നതെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ആഗ്രഹിച്ച്, പടച്ചവനെ ആഗ്രഹിച്ച് ഈ മഹാപാതകത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഒരു ഇമാം എന്ന രീതിയിൽ, നിങ്ങൾ എന്നെ കേൾക്കാൻ വരുന്നു എന്ന രീതിയിൽ, ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ധീരത ഏതെന്നറിയോ? 10 പേരെ കൊല്ലുമ്പോഴല്ല, കീഴടക്കുമ്പോഴല്ല. ലഭ്യമായിരുന്നിട്ടും ഞാൻ മരണം വരെ ലഹരി തൊട്ടിട്ടില്ല എന്ന് പറയാൻ, നിങ്ങളുടെ ഈ ക്ഷുഭിത യൗവനത്തിന്റെ കാലത്ത് പറയാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതം. ഞാനത് തൊട്ടിട്ടില്ല, ഞാനത് രുചിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ റബ്ബ് എനിക്ക് ഹറാമാക്കിയതാണെന്ന് പറയാൻ എന്റെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.